ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏത്തയ്ക്കാപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഏത്തയ്ക്ക 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരിപ്പോൾ ചെറിയ കായാണ്. ഇതിപ്പോൾ 2ആയിട്ട് സ്ലൈസ് ചെയ്യാൻ ഇതിടാൻ പറ്റുന്ന കായാണ്. അപ്പം അതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമായത് ഇതിപ്പം 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 2 കപ്പ് ഗോതമ്പ് മാവാണ്. അതിന് 1/4 കപ്പ് അരിപ്പൊടിയുണ്ട്. അത് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ, അത്രയില്ല, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി മാവിൻ്റെ കയപ്പ് മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം നല്ല മധുരമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മുട്ടയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തോനെ ചേർക്കരുത്, കുറച്ച് വേട്ട് വേണം ചേർക്കാൻ. ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഈ ഒരു പരുവത്തിൽ മാത്രം വേണം ഇളക്കിയെടുക്കാൻ. എന്നിട്ട് ഏത്തയ്ക്ക ഞാൻ ഇവിടെ 7 ഏത്തയ്ക്ക ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ചിലത് 3ആയിട്ട് മുറിച്ചിട്ടുണ്ട്, ചിലത് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് വലുതാണെങ്കിൽ 3, 4 ആയിട്ടൊക്കെ മുറിച്ചിടാം. നമുക്ക് ഈ ബാറ്ററിലോട്ട് ഓരോ ഏത്തയ്ക്ക എടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗണിഷ് ആകുമ്പോഴേക്കും നമുക്കത് എടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ഏത്തയ്ക്കാപ്പം. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.